ഹായ് ഓൾ അസ്സലാമു അലൈക്കും. തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട് ഏകദേശം ഒരാഴ്ച തന്നെ ആയെന്ന് തോന്നുന്നു. ഞാൻ നല്ല തിരക്കുണ്ടായിന്. അപ്പോൾ ഞാനില്ലേ ഒരു ദിവസത്തെ വീഡിയോ ഒന്നല്ല, ഒരു 5-6 ദിവസത്തെ വീഡിയോ ഒന്നിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പോൾ എന്ത് ഏത് എങ്ങനെ എന്ത് നല്ലല്ലേ പറയാം. അപ്പോൾ കുറേ ആൾ ചോദിക്കുന്നുണ്ട് ഓരോന്നിൻ്റെ റെസിപ്പിയായിട്ട്. ഇപ്പം ഞങ്ങൾക്ക് ഈ പെരുന്നാളിൻ്റെ ഓർഡർ തിരക്കുള്ളത് തന്നെയല്ലേ റെസിപ്പി ആയിട്ട് കാണിക്കാൻ കഴിയുന്നില്ല. സോറി പെരുന്നാളിൻ്റെ കഴിഞ്ഞിട്ട് ഫ്രീ ആയതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് റെസിപ്പി എല്ലാവരും ഒന്നൊരുന്നായിട്ട് കാണിക്കാം. ഓക്കെ, ഇപ്പോൾ ഓർഡറിൻ്റെ അപ്പം ചുട്ടോണ്ടുണ്ട്, ചുട്ടതെല്ലാം അടാടുണ്ട്, അതിനൊന്ന് കവറിലാക്കാനുണ്ട്, അതിനൊന്ന് എത്തിക്കേണ്ടടുത്ത് എത്തിക്കാനുണ്ട്. മുമ്പെല്ലാം നമ്മൾ പെരക്കന്നെ എത്തിച്ചുകൊണ്ടേന് എല്ലാവരും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മൾ എല്ലാവരോടും കുമ്പള ടൗണിലേക്ക് തന്നെ വരാൻ പറഞ്ഞു. ഒരു ഡേറ്റ് കൊടുത്തിട്ട് 5-ാം തീയതി എന്നിട്ട് അങ്ങനെ മസാല കുറേ ഓർഡർ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനെല്ലാം ഒന്ന് പാക്കാക്കാൻ, സ്റ്റിക്കർ ഒട്ടിക്കാൻ, റബ്ബർ ഇട്ട് കൊടുക്കാൻ, അതിനെ കവറിലിടാൻ, പറഞ്ഞോർത്തല്ല പേര് എഴുതിയിട്ട് സെറ്റാക്കിയിട്ട് വെക്കാൻ, അതെല്ലാം നല്ലൊരു പണിയാണ്. ഒരുമാതിരിയല്ല, ഇതിനകത്ത് എപ്പുറത്തെ പണിയാണ്. ടെൻഷനുണ്ട്, നല്ല വിനയുണ്ട്, നല്ല പണിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഇല്ലേ നമുക്ക് ഏൽപ്പിച്ചവരെല്ലാം കൈക്ക് എത്തിയിട്ട് ഓറെ റിവ്യൂ കേട്ടിട്ടാണ് ഒരു സമാധാനമാണെങ്കിൽ കഴിഞ്ഞത്ര നമ്മൾ ടേസ്റ്റ് ആക്കിയിട്ട് തന്നെ കൊടുക്കും. എന്തെങ്കിലും നമ്മളെ വിശ്വസിച്ചിട്ടൊരു ഐറ്റം ഉണ്ടാക്കാനെല്ലാം പറയുമ്പോൾ നമുക്ക് അതിൻ്റെ പരമാവധി ടേസ്റ്റ് ആക്കാൻ തന്നെ ശ്രമിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇടയിലായിരിക്കും ഓരോരാൾക്കും ഓരോരോ ടേസ്റ്റ് അല്ലേ. അങ്ങനെ ആയിപ്പോണ്ട ഇങ്ങനെ ആയിപ്പോണ്ട. അൽഹംദുലില്ലാ മാഷാഅല്ലാ ഇതുവരെ അങ്ങനെ വലിയ കംപ്ലൈൻ്റ് ഒന്നും ആരും പറഞ്ഞിട്ടാ, എന്നാലും ഞാൻ പറയുന്നത് സംഭവം. അപ്പോൾ എല്ലാവരും നല്ല തന്നെ പറയാൻ പഠിച്ചവനെത്തിക്കിട്ടുന്നതിൽ തന്നെയാണ് ഞാൻ തുടങ്ങൽ. എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം ചോറ് വെച്ചത്, പിന്നെ മാങ്ങ ഉപ്പിൻ്റെ സംഭവങ്ങളെല്ലാം ആയിട്ട്, പിന്നെ അതിൻ്റെ പിറ്റേ ദിവസവും ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കറിയില്ലാതെ അപ്പോൾ പിള്ളേർക്ക് ന്യൂട്രലെല്ലാം ഇട്ടിട്ട് കൊടുത്തതാണ്. ഞാനെന്തിനോ റെസിപ്പിക്കും വേണ്ടിയിട്ടില്ല ഈ ന്യൂട്രല മേങ്ങിയത്. ഞാൻ ഈ നാട്ടിൽ ഈ പൈസ കൊടുത്തിട്ട് മേങ്ങോ ഇത്ര റേറ്റില്ല ന്യൂട്രലാക്കുക അല്ലേ. ഞാൻ മേങ്ങലേ ഇല്ല ശരിക്കും പറഞ്ഞാൽ. നാട്ടിൽ നിന്ന് അസുഖം വരുമ്പോൾ തന്നെയാണ് കൊണ്ടുവരൽ. അത് എത്ര വലുത് കൊണ്ടുവന്നെങ്കിൽ പിള്ളേർ 4 വട്ടം ഇട്ട് നമ്മളൊക്കെ അത് തീർക്കലാണ്. ഇത് ചെറിയൊരു ഇത്തിരി ഉണ്ട്, 1 സ്പൂൺ ഇടുമ്പോൾ അത് കഴിഞ്ഞറിഞ്ഞാൽ. അങ്ങനെ ഞാൻ ചപ്പാത്തി ചുട്ടിട്ട് ചൂടോടെ ന്യൂട്രലിട്ടിട്ട് മക്കൾക്കെല്ലാം കൊടുക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ നമുക്കിന്നും ഇത് പെരുന്നാൾക്ക് ഒരാഴ്ച എന്തോ മുമ്പെടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ ഓർഡറൊന്നും സ്റ്റാർട്ടായിട്ടില്ല. ഞാൻ തുടങ്ങൽ പെരുന്നാൾക്ക് ഒരു 10 ദിവസം മുമ്പാണ് ഓർഡറും കാര്യങ്ങളെല്ലാം. അപ്പോൾ അത് തുടങ്ങിയിട്ടതിന് ശേഷം പിന്നെ ഓരോന്നോരോന്ന് ചുട്ടെടുക്കും. നല്ല പണിയുള്ളത് എന്ത് സിറോട്ടയും ചട്ടിപ്പത്തലല്ലേ. അപ്പോൾ അതന്നെ ഫസ്റ്റ് ചുടും. ഒരു 2-3 ദിവസം സിറോട്ട ചുടും, ഒരു 3 ദിവസം ചട്ടിപ്പത്തൽ ചുടും. അത് കഴിഞ്ഞിട്ടായിട്ട് പിന്നെ കുറച്ച് എളുപ്പമുള്ളതെല്ലാം ചുടൽ. പിന്നെ ഇടയിൽ ഞാൻ ബ്രൗണി ഉണ്ടാക്കിയിട്ടുണ്ടായിന്, പിന്നെ നമ്മളെ ലാലേട്ടൻ്റെ കൈ റോസ്റ്റില്ലേ അതുണ്ടാക്കിയിട്ടുണ്ടായിന്, പിന്നെ എന്തെല്ലാം നമ്മൾ ഫുഡ് അടി, പിന്നെ ഓർഡർ, പിന്നെ പുറത്ത് പോയിട്ടുണ്ടായി, പിന്നെ പുള്ളറ സ്കൂളിൽ ലീവ് കിട്ടിയതിന് ശേഷം ബിസി തന്നെ. സ്കൂളിൻ്റെ ഭാഗത്ത് പോകാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ സ്കൂളിൽ പോയതല്ലേ തുറക്കുന്നതിന് ഒരു ദിവസം മുമ്പെല്ലാം. അപ്പോൾ ഇതെന്താ അറിയോ, മിതാദുണ്ട് മറ്റേ ഗുംപ്പൊക്കെ പോയിട്ടുണ്ടായിന്. അങ്ങനെ അടുത്ത വ്യൂ ആണ്, നല്ല തണുപ്പുണ്ട്, നല്ല ഉണ്ടെന്നല്ല പറയുന്നുണ്ടായിന്. നമ്മൾ ഇടയിലെല്ലാം പോയിന്. പക്ഷേ ഈ ഗുംപ്പൊക്കെ എത്തിയിട്ടേ ഇല്ല. ഇൻഷാ അല്ലാഹ് ഇക്കുറി റെസ്റ്റോറൻറ്റിൽ പോകണമെന്ന് വിചാരിച്ചിന്. അങ്ങനെ അപ്പോൾ അതായത് നമ്മൾ ലാലേട്ടൻ്റെ കൈ റോസ്റ്റ് ടേസ്റ്റ് ഉണ്ടാകുന്നിട്ട് അങ്ങനെ വലിയൊരു ടേസ്റ്റായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല നമുക്ക്. പക്ഷേ മോശമില്ല. അങ്ങനെ ഒരു അതിൽക്ക് നല്ല വനില ഐസ്ക്രീമെല്ലാം ഇട്ട് ഇങ്ങനെ ടേസ്റ്റ് ആവുമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിച്ചിട്ടായതിനു ശേഷം പിന്നെ നമുക്ക് കുറച്ച് അപ്പങ്ങളെല്ലാം ഓർഡർ ഉണ്ടായിന്. പെരുന്നാൾക്ക് മുമ്പ് ഗൾഫിലേക്ക് തന്നെയല്ലേ അധികം പോകുന്നത്. അപ്പോൾ ഗൾഫിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പൊരിയപ്പം, കാഷ്യൂ, വേള അങ്ങനെല്ലാം ഉണ്ടായിന്. അപ്പോൾ ഞാൻ വേള കാശുവല്ലോ പിന്നെ രാവിലെ ഉച്ചക്കന്ന് ഉണ്ടാക്കിയിട്ട് വെച്ചിന്. അപ്പോൾ ഇത് രാത്രിയാണ് ഞാൻ പൊരിയപ്പം ഉണ്ടാക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ അവർ കൊണ്ടുവരാൻ വരുമെന്നെന്തോ പറയുന്നുണ്ടായിന്. അങ്ങനെ ഞാൻ പിള്ളേർക്കുള്ള ദോശയും ചുട്ടെടുക്കുന്നുണ്ട്. ഇപ്പുറത്തുള്ള പൊരിയപ്പം ഇങ്ങനെ പൊളിസാക്കിയിട്ട് എടുക്കുന്നുണ്ട്. 1 kg എല്ലാം കുറച്ച് മതി, 2 തേങ്ങാൻ്റെ പൊരിയപ്പല്ലേ. അങ്ങനെ അപ്പോൾ അത് ചുട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പുറത്തുള്ള എല്ലാം ക്ലീൻ ആക്കിയിട്ട് അതിന് ശേഷം ഒന്ന് പാത്രമെല്ലാം കയറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെരുന്നാളിൻ്റെ ഓർഡർ തുടങ്ങുന്നതിന് മുമ്പിൽ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് തുടങ്ങണം. പാത്രങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് കുറേ മുമ്പ് നിരത്തിയതല്ലേ അതിനെല്ലാം സെറ്റാക്കിയിട്ട്. ഇല്ലെങ്കിൽ ഈ പെരുന്നാൾക്കടുത്ത് വലിയ ചട്ടിയും പാത്രവും ബക്കറ്റും അതും ഇതും എണ്ണം തന്നെ പണിയെല്ലാം എടുക്കുന്നത്. മധുരവും എണ്ണയും കച്ചറ ഇങ്ങനെ കാലിലേക്ക് പെറ്റലും പഞ്ചസാരയും ഒന്നും പറയണ്ട. അതിനെല്ലാം വീഡിയോ നോക്കട്ടെ. കയ്യിൽ നിന്നൊക്കെ ഞാൻ നിങ്ങൾ കാണിച്ചിട്ട് നിങ്ങളെ ബോധം കണ്ടിട്ട് പോകാൻ കിച്ചൺ കണ്ടത്.
ആ ഓർഡറിൻ്റെ ടൈമിന്. പിന്നെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഒരു ഫുള്ളൊരു ഷാമ്പു ഇട്ടിട്ട് ചൂടുവെള്ളത്തിൽ കയറ്റിയെടുക്കുന്നത് കിച്ചണെല്ലാം. അപ്പോൾ നല്ല വൃത്തിയാണ്. ഇടയിലിടയിൽ ചേച്ചി വന്നിട്ട് തുടച്ച് തരുന്നത്. പക്ഷെ അത് വന്ന് ഞമ്മ തുടച്ചതിൻ്റെ ആ ഒരു ഇതാകുന്നില്ല എന്തായെങ്കിലും. പിന്നെ ഞമ്മ ഇങ്ങനെ 2 വെള്ളത്തിൽ 3 വെള്ളത്തിലെല്ലാം ഇങ്ങനെ തുടക്കുന്നില്ലേ. അപ്പോൾ സാരല്ല, അത്രയും എന്നിട്ട് ഞാൻ പിന്നെ തുടപ്പിക്കലാണ്. എപ്പോഴും ഫ്രീ ആകുമ്പോൾ നമ്മൾ ഒന്ന് ഫ്രീ ആയിട്ടാകുമ്പോൾ നല്ല വാങ്ങൽ തുടക്കാലിട്ട് അങ്ങനെ നമ്മൾ നല്ല ചൂടുവെള്ളത്തിലേക്ക് ഷാമ്പു ഇട്ടിട്ടില്ലേ വെള്ളമാക്കിയിട്ട് ഒറ്റ തുടക്കും. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ലിക്വിഡ് ഇട്ടിട്ട് രണ്ടാമത് ഒരു ഇത്തിരി വെള്ളമാക്കിയിട്ട് തുടക്കും. മൂന്നാമത് വേറെ എന്തെങ്കിലും ലിക്വിഡ് ഇട്ടിട്ട് നല്ല സ്മെല്ലോടെ തുടക്കും. നല്ല വെള്ളം ക്ലിയറാന്ന് പറഞ്ഞാൽ. കുറേ ആളുണ്ട് പറയുന്നത് ഞാൻ തുടച്ചങ്ങ് പാങ്ങാന്നില്ല, ഒരിങ്ങനെ കാലിയൊക്കെ ഒട്ടുന്ന പോലെ അന്നൊരു ഫ്രഷ് വരുന്നില്ല, നല്ല തണുപ്പ് വരുന്നില്ല, അങ്ങനെയല്ല എല്ലാം വരാം. ഞാൻ ഒരിക്കലും ഒരു ഫ്രീ ആകുമ്പോൾ കാണിക്കാം എങ്ങനെ നേരെ തുടക്കലെന്ന്. നല്ല പാങ്ങൾ തുടച്ചെങ്കിലേ ഫസ്റ്റ് എന്താ പറയുക, നമ്മളെ തോർന്ന വടിയില്ലേ ആ വടിയിൽ നല്ല പാങ്ങൽ അലക്കണം. നലിച്ചിട്ടില്ലേ നല്ല അയിലത്തെ മണ്ണ് പോകണം. ആ വടിയിൽ മണ്ണുണ്ടെങ്കിലും തുടച്ചങ്ങ് പാങ്ങാന്നില്ല. അതിലത്തെ ആ വടിയിലത്തെ മണ്ണ് തന്നെ അടക്കം പിടിച്ചിട്ടില്ലേ നമ്മൾ തുടച്ചിട്ട് നമ്മൾ കാലിലേക്ക് ഒരു പൊട്ടുന്ന പോലത്തെ ഒരു ഫീലാകുന്നതാണ് അങ്ങനെ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാനിങ്ങനെ വിഷയം പറയുമ്പോൾ ഓരോരോ പണിയെടുക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ നോക്കവേ. ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ കൊടുത്തിട്ട് വെക്കുന്നത് എപ്പോൾ അപ്ലോഡ് ആക്കാൻ കഴിയുമെന്ന് അറിയില്ല. ടൈം നോക്കട്ടെ എങ്ങനെയാണെന്നിട്ട് കിട്ടിയെങ്കിൽ അപ്ലോഡ് ആക്കാതെ ഇങ്ങനെ വോയിസ് കൊടുത്തിട്ട് വെക്കുന്നതാണ് ഒരു ടൈം കിട്ടുമ്പോൾ. പിന്നെ നമ്മളെ തിരക്ക് എന്നിട്ടില്ലേ യൂട്യൂബിൽ വീഡിയോ ഇട്ടില്ലെങ്കിൽ നമ്മളെ യൂട്യൂബിൽ എന്താ കുറയോ നമ്മളെ വീഡിയോ താത്തി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വെക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഇടയിലില്ലേ ഞാൻ ഷോർട്സ് എങ്കിലും ഇടാൻ ശ്രമിക്കലുണ്ട്. ഇല്ലെങ്കിൽ നമ്മളെ യൂട്യൂബിൽ നമ്മൾ ഇത്ര സെട്ട വീഡിയോ അല്ലേ അങ്ങടിയിൽ പോയിട്ട് നോക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയൊരു 5 മിനിറ്റിൻ്റെ വീഡിയോ 10 മിനിറ്റിൻ്റെ വീഡിയോ ആകും അപ്ലോഡ് ആയിക്കൊണ്ടിരുന്നെങ്കിലേ നമ്മളെ വീഡിയോ തുറക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഫ്രണ്ടിൽ വരും. അങ്ങനെയാണ് കഥ. അപ്പോൾ ഇപ്പോൾ മാഷാഅല്ലാഹ് ഞാൻ മുമ്പൊന്നാക്കി ഇൻസ്റ്റാൻ്റെ എബിസിഡി എന്താ അറിയില്ല ഞാൻ കഥ. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാൽ കുറച്ചിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഷോർട്സ് ഇടാനല്ലോ കുറച്ച് പഠിച്ച് തന്നെ പറയാം. ഇപ്പം എൻ്റെ ഈ ഷോർട്സിലെല്ലാം മാഷാഅല്ലാഹ് നല്ല കയറുന്നുണ്ട്. അതുകൊണ്ടപ്പോൾ ഇൻട്രസ്റ്റ് ആയി ഇടാൻ. അപ്പോൾ അങ്ങനെ ഷോർട്സ് ഇടും, ഇൻസ്റ്റായിലിടും, നമ്മൾ യൂട്യൂബിലും ഇടും, ഷോർട്സ് ഇട്ടിട്ട് ഇടും അങ്ങനെ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാ ഫോളോ ആക്കാത്തവരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ആക്കാവേ. തൻഹാസ് കിച്ചൻ്റെ ഇൻസ്റ്റ. ഓക്കെ മാഷാഅല്ലാഹ്. ഇപ്പോൾ ഞാൻ നോക്കലൂല ഇടലൂല പ്ലങ്കം ഭയങ്കര ഫോട്ടോസാ വീഡിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ടെങ്കിലായി. ഇപ്പം മാഷാഅല്ലാഹ് നേരെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലില്ലേ ഇത്ര തന്നെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു 40, 50, 60 അങ്ങനെ കുറച്ചൊന്നും ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇട്ടിട്ട് മാഷാഅല്ലാഹ് 1000 കഴിഞ്ഞിട്ടുണ്ട്, ഉണക്കിയായിട്ടുണ്ട് അറിഞ്ഞാൽ അൽഹംദുലില്ലാ അങ്ങനെ. അപ്പോൾ ഇൻസ്റ്റയിലെ ഫോളോ ഒക്കെ വേ. ഓക്കെ. അപ്പോൾ ഇതിലൂടെ ഇതിലെല്ലാം കിട്ടുമല്ലോ നിങ്ങൾക്ക് ഓരോ ടിപ്സെല്ലാം. അങ്ങനെ പൊരിയപ്പത്തിൻ്റെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം അല്ലേ ഞാൻ പാത്രങ്ങളെല്ലാം ഒന്ന് കയറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രാവിലെ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് കൊണ്ടുപോകാൻ. അപ്പോൾ ഇപ്പോൾ വിളിച്ച് പറഞ്ഞ് രാത്രി തന്നെ വരുന്നുണ്ട്, റെഡിയാക്കിയിട്ട് വെച്ചിരുന്നാലും അങ്ങനെ തൂക്കിയിട്ടും ചൂടാനുള്ള തന്നെ ചുട്ടിട്ടെല്ലാം വെച്ചിട്ടായതിനു ശേഷം പിന്നെ നമുക്ക് ഇടന്നിട്ട് ഉറങ്ങിയിട്ട് പിന്നെ പിറ്റേ ദിവസം എണിച്ചതാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ കുറേ ആൾ റെസിപ്പി ചോദിക്കുന്നുണ്ട് ഈ പെരുന്നാൻ്റെ എല്ലാം ഇപ്പോൾ. അപ്പോൾ പുഡിങ്ങിൻ്റെ റെസിപ്പി അല്ല പെരുന്നാൻ്റെ അപ്പത്തിൻ്റെതല്ലോ. പെരുന്നാൻ്റെ അപ്പത്തിൻ്റെ അല്ലല്ലേ ഞാൻ മുമ്പെല്ലാം ഇട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കവേ. പൊരിയപ്പത്തിൻ്റെ ഇട്ടിന് വേള ഈത്തപ്പഴത്തിൻ്റെതോ അങ്ങനെ കുറേ ആൾ ചോദിക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ മുമ്പത്തെ വീഡിയോയിലെല്ലാം കഴിഞ്ഞ പെരുന്നാൻ്റെ ആ ഒരു ടൈമിനെല്ലാം ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഈത്തപ്പഴത്തിൻ്റെ എല്ലാം റെസിപ്പി. അപ്പോൾ പിന്നെന്താ നിങ്ങൾ ചോദിച്ചാൽ ഇതെല്ലാം കഴിഞ്ഞിട്ടില്ലേ എനിക്ക് ഇനിയിപ്പോൾ പെരുന്നാൻ്റെ പർച്ചേസ് എല്ലാം നടത്താനുണ്ട്. എല്ലാ സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ട്. ഈത്തപ്പഴങ്ങൾ പിന്നെ ഈത്തപ്പഴമെല്ലാം കുറേ വാങ്ങേണ്ടിയിരുന്നു നമുക്ക് കുറേ ഓർഡർ ഉള്ളതുകൊണ്ട് തന്നെ. പിന്നെന്ത് വെള്ളം അങ്ങനെ ഇങ്ങനെ മറ്റേ മറിച്ചരിയും ഓയിലും കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ല തിരക്ക് പിടിച്ചിട്ടാണ് ഇനി മാഷാഅല്ലാഹ് പെരുന്ന കയ്യോളം അങ്ങനെ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഒറ്റക്ക ഇങ്ങനെ ആരെയും എന്ത് ഹെൽപ്പിനെന്നെല്ലാം. ഒരു വകയുള്ളവർക്കെല്ലാം അറിയാം. ഒറ്റക്ക് ഒരാളെ കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ എന്തായാലും കഴിയല്ലോ. അപ്പോൾ ബാബിയുണ്ട്, ഞാനുണ്ട്, ഒരു ചേച്ചി ക്ലീനാക്കാൻ. ഫുഡിൻ്റെ അടുത്തേക്കൊന്നും ചേച്ചിയില്ല, ക്ലീനാക്കുന്ന പണി ബാബി, ഞാൻ, ഉമ്മ. കഴിയുന്നെങ്കിൽ അനിയൻ്റെ ഓള് അങ്ങനെ വിളിക്കലില്ല. അവളെ ചെറിയ 2 മക്കൾ. അപ്പോൾ അവൾക്ക് തന്നെ പണിയാണ്. പിന്നെ അമ്മ വിളിച്ചിട്ട് ബുദ്ധിമുട്ടാക്കുമ്പോൾ ഭംഗിയിലായിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള തിരക്ക് ഫ്രീ ഉണ്ടെങ്കിൽ വരും നമ്മളെ ഹെൽപ്പാക്കാൻ. പിന്നെ ഈ പെരുന്നാൾ ടൈമിനെല്ലാം വരും പൊരിയപ്പത്തിന് ഉണ്ടാക്കാൻ, ഈ ഡേറ്റ്സ് അപ്പത്തിൻ്റെ ഉണ്ടാക്കാൻ അങ്ങനെല്ലാം അങ്ങനെ. അപ്പോൾ അമ്മ അതുണ്ട് ഉറങ്ങിയിട്ട് അണിച്ചിട്ട് നല്ല തെളിഞ്ഞിട്ട് വന്നിന് അങ്ങനെ എല്ലാം ക്ലീനാക്കിയിട്ട് അതിന് ശേഷം ഞാൻ രാവിലേക്കുള്ള പയർ വെള്ളത്തിലിട്ടിട്ട് പോകുന്നുണ്ട്. എന്നില്ലെങ്കിൽ നമുക്കൊരു ദോശക്ക് കറിയെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടായിരുന്നു നമുക്ക് ഷോപ്പിങ്ങിന് പോകാനുണ്ട്. ഇവിടെ കുമ്പളയിൽ തന്നെയാണ് സാധനങ്ങളെല്ലാം മേങ്ങൽ. പിന്നെ കാസർഗോഡെല്ലാം പോകാൻ നമുക്ക് ഭയങ്കര ലോങ്ങാണ്. ഒരു വേറെ തന്നെ ഒരു ദിവസം തന്നെ പണിയാണ്. കുമ്പളാകുമ്പോൾ പ്രശ്നമില്ല.
അപ്പോൾ ഞാൻ എൻ്റെ തൂക്കലും കാര്യങ്ങളും അതിൻ്റെ ബോക്സും കാര്യങ്ങളെല്ലാം അടുപ്പിച്ചിട്ട് അതിന് ശേഷം നമ്മൾ ഒന്ന് ടൗണിൽ പോകാൻ ഇറങ്ങുന്നുണ്ട്. മക്കളെല്ലാം കൊണ്ട് പോകുന്നുണ്ട്. ഒന്നിനും വണ്ടി നിറക്കലില്ല. ഞാൻ ഷോപ്പിങ്ങിനെല്ലാം പോകുന്നെങ്കിൽ കൊണ്ടുപോലില്ല അധികം. ഞാനും ഇതാതിനെ പോലെ ഇപ്പോൾ അങ്ങ് കൊണ്ടുപോകുന്നെങ്കിൽ വണ്ടിയില്ല, എൻ്റെ ഇരുത്ത് പുറത്ത് ഇറക്കല. ഒന്നാമത് മേത് ഭയങ്കര ചോറാക്കുന്നത്. പക്ഷെ ഓറ് വണ്ടിയിൽ ഇരുന്നില്ല, മേതാന്ന് പോയി പാഞ്ഞോണ്ട് വന്ന് പറഞ്ഞ അങ്ങനെ 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 എന്ത് ബിസ്ക്കറ്റ് മറ്റേ ഇപ്പം ഞാൻ പെരുന്നാളിൻ്റെ ഓർഡർ ഉണ്ട് ആ ഒരു ടൈം ആകുമ്പില്ലേ. പിന്നെ ഞാൻ ഈ പെരുന്നാളിൻ്റെ ഓർഡർ ഉണ്ട് തിരക്കുള്ള ടൈമിൽ തന്നെ ഇല്ലേ കുറച്ച് ഐറ്റംസ് എല്ലാം കൊണ്ടുവന്നില്ല. ഇപ്പോൾ ഒരു ഫ്രോസൺ ഐറ്റംസ് എല്ലാം, പാക്കറ്റ് ചപ്പാത്തി, പാക്കറ്റ് പൊറോട്ട, പിന്നെ നമ്മളെ പാക്കറ്റ് ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം ഇല്ലേ ഫ്രോസൺ ആയിട്ടുള്ള പൊട്ടാറ്റോ, പിന്നെന്തുണ്ട് ഫ്രോസൺ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് എല്ലാം ഞാൻ കൊണ്ടുവെക്കും. എന്തില്ലെങ്കിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല ആ ടൈമിന് കുറേ എന്തോ. അപ്പോൾ പിള്ളേരെല്ലാം പെട്ടെന്ന് വേണമെങ്കിൽ ഓറന്നെ ഉണ്ടാക്കിയിട്ട് എടുത്തോളും. എയർ ഫ്രൈയിലെല്ലാം ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം വെച്ചിട്ട് അല്ലെങ്കിൽ ചപ്പാത്തി ചുട്ടിലേക്ക് ചീസ് ചിക്കൻ എന്തെങ്കിലും ഇട്ടിട്ട് അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് ഓറന്നെ തിന്നോളൂ. ബ്രെഡും കാര്യങ്ങളെല്ലാം ഞാൻ കൊണ്ടുവെക്കും ഫ്രിഡ്ജിലെല്ലാം. അപ്പോൾ വേണ്ടിയത് ഓറെടുത്തിട്ട് ഓർക്ക് വയ്ക്കാനെങ്കിലും തോന്നും. എല്ലാം ഞാൻ ഓരോരിക്കട്ട് നല്ല ഓർഡർ ഉണ്ടെങ്കിൽ ചോറ് എല്ലാം ഉണ്ടാക്കാൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടാണെന്നല്ല ടൈമല്ലോ. അപ്പോൾക്ക് ഓറ് അതിനെ സെറ്റാക്കി തിന്നോളൂ അങ്ങനെ. അപ്പോൾ അതാ ഡേറ്റ്സ് എല്ലാം വാങ്ങിയിട്ടുണ്ട്. ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ നല്ല മഴ വരുന്നില്ല ആ ഒരു ടൈമാണ്. ഇപ്പോൾ ഇടീയ വെള്ളമായത് ആ പോകുന്നിടത്തെല്ലാം വെള്ളപ്പൊക്കമൊന്നുമില്ലെങ്കിൽ ഇപ്പം വെള്ളപ്പൊക്കം ആവുന്നില്ല. അങ്ങനത്തെ അവസ്ഥ. ഇതെല്ലാം നോക്കി നമ്മളെ സ്വന്തം മൊഗ്രെല്ലാം വേറെ ദൂരമൊന്നുമില്ല. കുമ്പള ടു മൊഗ്രാലിൻ്റെ ഉള്ളിലുള്ള സ്ഥലം ഇങ്ങനെ വെള്ളം ഇതാണ്. അതിലെ പോകുമ്പോൾ കാട റോഡ് ബ്ലോക്ക്, ഇപ്പുറത്തെല്ലാം പോകുമ്പോൾ ഈട റോഡ് ബ്ലോക്ക്, അപ്പുറത്തെല്ലാം പോകുമ്പോൾ മൊഗ്രാലിൽ തന്നെ കടപ്പുറത്തോ കാര്യങ്ങളോ പുഴൻ്റെ അടുത്തോ കടലിൻ്റെ അടുത്തോ ഒന്നുമല്ല. നമ്മളെ മൊഗ്രാലിലെല്ലാം ഇങ്ങനെ ആകുമ്പോൾ എന്താ അവസ്ഥ അല്ലേ, ഭയങ്കര പടിയാണ്. ഇനി ജൂൺ കാലമെല്ലാം ആകുമ്പോൾ എന്താവും, ജൂൺ ആകുന്നതിന് മുമ്പ് ഇങ്ങനെ അതിന്. അപ്പോൾ നമ്മിങ്ങനെ പറയുന്നുണ്ട് ഇതിനെല്ലാം എന്താവും. അപ്പോൾ ഇതേടെ അറിയാം സ്ഥലം നമ്മളെ മൊയ്തീൻ പള്ളീൻ്റെ അടുത്തില്ലേ ആടെ മുമ്പത്തെ സൺഫ്ലവറില്ലേ ആടെയാന്നാടെ നല്ല വെള്ളം കെട്ടിയിട്ടുണ്ട്. അങ്ങനെ അതിൽ പോകാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ആടുന്ന തിരിഞ്ഞിട്ട് ഇപ്പുറത്തല കൂടിയിട്ട് കോട്ടയില കൂടിയിട്ട് ചളയങ്കോടില കൂടിയിട്ട് ഈല പോയത് നോക്കുമ്പോൾ ആടിയും വെള്ളം പാറത്തോടിൻ്റെ ഇടയിൽ. ഇതെല്ലാം നോക്കിയാൽ എടോ ഒരു പോയ പോലെ ഇല്ലേ. പക്ഷെ ഇത് റോഡാണെന്ന് പറഞ്ഞാൽ റോഡും തോടും എല്ലാം ഒന്നായിട്ട് നല്ല പേടിയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ. നമ്മൾ വിചാരിക്കാനേ കാലം നമ്മളവിടെ പോകുന്നതല്ലോ അപ്പോൾ നമുക്ക് വെള്ളം ഒന്നും വരില്ല. നമ്മൾ കടൽ സൈഡ് പോയതിൻ്റെ സൈഡൊന്നും ഉള്ളത് ഉറല്ലാലോ അങ്ങനെ വിചാരിക്കാനേ കാലം. ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിലേ ഏല വെള്ളം വരുന്ന ഏല മുങ്ങുന്ന ഏലാണെന്ന് പഠിച്ചവനിക്ക് എന്നെ അറിയും. ആ പട്ടളത്തെല്ലാം ഞാൻ മരിച്ചതെല്ലാം വിചാരിക്കുമല്ലേ ഭയങ്കര ബേജാറാന്നല്ലേ. ഒരു മയ്യത്ത് കൊണ്ടുവന്നിട്ട് അതിന് പേക്ക് 40 സമയം മരിച്ചതെല്ലാം അതാ ചെല്ലുമ്പോൾ നമുക്ക് തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആ പെരക്കാരെയും ഓറല്ല അവസ്ഥ എന്തായിരിക്കും. പക്ഷെ എല്ലാവരെയും കാക്കട്ടല്ലേ അതാ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ അനിയൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഉണ്ടായി. അപ്പോൾ ആ ബർത്ത്ഡേൻ്റെ വിശേഷം കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു 10 ദിവസത്തെ വീഡിയോ ഒന്നിച്ചിട്ട് ചെയ്യുന്നതെന്ന്. ഇടയ്ക്കിടയ്ക്ക് അതിൽ നോക്കിയില്ല ടൈം കിട്ടുന്നില്ല. അങ്ങനത്തെ ബർത്ത്ഡേ ഗേളിനില്ലേ എങ്ങനെയെല്ലാം ഫോട്ടോസ് എടുക്കാൻ നോക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഭയ്യ 2-3 ഫോട്ടോ കിട്ടിയിട്ടുണ്ടായി. മാഷാദം അതെല്ലാം നല്ല അടിപൊളി ഫോട്ടോ എല്ലാം എടുത്ത് കൊടുത്തിന്. മച്ചിൻ്റെ മോളും പിള്ളേരെല്ലാം ഒന്നാകെ കൂടിയോളെ കഷ്ടപ്പെട്ട് ചിരിപ്പിക്കുന്നുണ്ടറിഞ്ഞ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഓർഡർ ഉണ്ടായി നെയ്ച്ചോറും ചിക്കൻ കറിയെല്ലാം. മാഷാല്ല ഈ വീഡിയോ ഞാൻ ഇൻസ്റ്റാലിട്ടിട്ടുണ്ടായിന്. മാഷാല്ല 40-45,000 ആൾ കണ്ട വീഡിയോ ആണിത്. ഭയങ്കര സന്തോഷമായി അറിഞ്ഞാൽ മാഷാല്ല. അങ്ങനെ അപ്പോൾ അതാ നെയ്ച്ചോറും ചൂട് ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയതാഞ്ഞ്. അങ്ങനെ അതെല്ലാം പാക്കാക്കി കൊടുത്തിട്ട് അതിന് ശേഷം ഇല്ലേ ഇനി നമ്മോ പറയുന്നുണ്ടായി പെരുന്നാൾ കഴിയാതെ ഇനി എന്ത് ഓർഡർ വേറെ ഒന്നും എടുക്കുന്നില്ല എന്ന്. എന്നില്ലെങ്കിൽ അപ്പത്തിൻ്റെ തന്നെ ഉണ്ട് തുടങ്ങാൻ. അപ്പോൾ ഈ ബർത്ത്ഡേ കഴിഞ്ഞിട്ടായി തുടങ്ങാണ്ട് ഇങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബർത്ത്ഡേ എല്ലാം കഴിഞ്ഞിട്ടതിന് ശേഷം പിന്നെ നമ്മൾ എല്ലാവരും കൂടി തുടങ്ങിയതാണ്. അപ്പോൾ ഞാനെല്ലാം ഇങ്ങനെ സെറ്റാക്കി കൊടുക്കും. മസാല ആയെങ്കിലും കുഴച്ചിട്ടായെങ്കിലും സ്ഥിരോട്ടക്കെല്ലാം നമ്മളിപ്പോൾ മിക്സിയെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അതിലൊന്ന് കുഴച്ചിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പരത്തിയിട്ട് ഒരാൾ പരത്തും, ഒരാൾ ചുരുട്ടും, ഒരാൾ കട്ടാക്കിയിട്ട് അപ്പോൾ ഇതാക്കും. അപ്പോൾ ഞാൻ എണ്ണയിലിട്ടിട്ട് എടുക്കും അങ്ങനെ. അപ്പോൾ ബർത്ത്ഡേൻ്റെ തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഈ ഓർഡർ ഉണ്ടായിരുന്നു നെയ്ച്ചോറിൻ്റെ. അങ്ങനെ ഞാനും ബാബിയും ബിയെ വന്നിട്ട് ഇതിനൊന്ന് സെറ്റാക്കിയിട്ട് കൊടുത്തിട്ടായിട്ട് അതിന് ശേഷം അടുക്ക പോയതാണ്. അപ്പോൾ ഞാൻ പാക്കാക്കിയിട്ട് ബോക്സിലിട്ടിട്ട് കൊടുക്കുമ്പോൾ നല്ല മഴ ഉണ്ടായില്ല ഫസ്റ്റ്. പക്ഷെ ഓറിങ്ങനെ കൊണ്ട് പുറത്തേക്ക് ചെയ്യണമെങ്കിൽ നല്ല മഴ വന്നറിഞ്ഞാൽ അതുകൊണ്ട് പിന്നെ റേപ്പാക്കിയിട്ട് അങ്ങനെ കൊടുത്തിട്ട് ഓറ് പോയതാണ്. അത് പോയതിന് ശേഷം ഞാൻ കുളിച്ചിട്ട് ഫ്രഷ് എല്ലാം ആയിട്ടായിട്ട് നേരെ ഔത്തേക്ക് പിന്നെ ബയിലോട്ട് പോയി.
അങ്ങനെ അവിടെ മന്തിയെല്ലാം ഉണ്ടാക്കുന്നുണ്ടായി, നമ്മളെല്ലാവരും ഒന്നിച്ചിട്ട് കൂടി ചെയ്തതാണ് മന്തിയെല്ലാം. അങ്ങനെ അങ്ങനെ വന്നിട്ട് ഞാൻ കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് വൈകി ചോറ് കഴിക്കാൻ പോയതാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ചോറ്, പായസം, ഫ്രൂട്ട്സ്, പിന്നെ ഡ്രിങ്ക്സ് സംഭവങ്ങളെല്ലാം കഴിച്ചിട്ടായിട്ടില്ലേ. നല്ല ചൂട് മന്തിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ അതാ അങ്ങനെ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടായിന് ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മളെല്ലാവരും ചോറെല്ലാം വെച്ചിട്ടായിട്ട് മയോണസും സൽസ എല്ലാം ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളി മന്തിയെല്ലാം വെച്ചതാണ്. അങ്ങനെ നമ്മൾ ബിസിയാക്കിയിട്ട് ചിരിച്ച് കളിച്ചിട്ട് ബിസിയും പറഞ്ഞ് ഫോട്ടോ എടുത്ത് കുറച്ച് വീഡിയോസ് എടുത്ത് കുഞ്ഞിനെ കുറേ കരിച്ച് കളിപ്പിച്ച് അങ്ങനെ കുഞ്ഞെല്ലാം ഉറങ്ങിയിട്ടില്ലായിട്ട് പിന്നെ നമ്മളെല്ലാം ചോറ് വെച്ചിട്ട് ഓരോ ഫാമിലിയും നമ്മളെ ഫാമിലി എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് കഴിച്ചതാണ്. അപ്പോൾ ഇതാ ഓളേട്ടത്തിൻ്റെ കുഞ്ഞാന്ന്. പക്ഷേ അതാ നല്ല ചിരിക്കുന്നത് നമ്മളെ കാണുമ്പോൾ തന്നെ. പക്ഷേ ഈ വീഡിയോയിൽ ചിരിക്കുന്നില്ലല്ലോ, ഇങ്ങനെയല്ല. പക്ഷെ നേരെ കാണുമ്പോൾ നല്ല ചിരിക്കുന്നു കുഞ്ഞറിഞ്ഞ അങ്ങനെ. അപ്പോൾ ചോറ് കഴിക്കലുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് അതിന് ശേഷം ഞാൻ വിചാരിച്ചിട്ടുണ്ടായി ഞാൻ കേക്ക് ആക്കി കൊണ്ടുപോകണമെന്ന്. പക്ഷേ നമ്മൾ ഈ തിരക്കായിട്ടില്ലേ, ഒരു ടൈമേ കിട്ടിയിട്ടാണ്. ക്രീമും കാര്യങ്ങളെല്ലാം റെഡി ആക്കിയിട്ടെല്ലാം ഉണ്ടായി. പക്ഷേ ഉണ്ടാക്കാൻ ടൈം വേണ്ടിയില്ല അങ്ങനെ. അപ്പോൾ മാതി ഇങ്ങനെ ചെല്ലുന്നുണ്ട്, വീഡിയോ എടുക്ക്, കുഞ്ഞിൻ്റെ വീഡിയോ എടുക്ക്, എൻ്റെ വീഡിയോ എടുക്ക്, എൻ്റെ ഫോട്ടോ എടുക്കുന്നുള്ള ചെല്ലിട്ടില്ലേ. മാജുവിനെ ഇങ്ങനെ ഇരിക്കാനും നമ്പിക്കുന്നില്ല, വീഡിയോ എടുക്ക്, ഫോട്ടോ എടുക്കുന്നിട്ട്. മാജുവിനെ എല്ലാവർക്കും അറിയാമല്ലോ, എൻ്റെ മച്ചഞ്ചിൻ്റെ മോള്. അങ്ങനെ അപ്പോൾ ഇതാന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ ഗേളും അതിൻ്റെ ഉമ്മ ഉപ്പാവും ഒരു വലിയ മോനും ഉണ്ട്. അങ്ങനെ അവർക്ക് കേക്ക് കട്ടിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ചുറ്റും കൂടിയിട്ട് കയ്യെല്ലാം കൊട്ടുന്നുണ്ട്. കുഞ്ഞിങ്ങനെ നോക്കുന്നത്, അതിനില്ല ഗൗണിട്ട് തന്നെ ഒരു സെറ്റായിട്ടില്ല, പൊടിച്ചിട്ട് ഒരു വക വലിക്കുന്നത്. ഇപ്പോഴത്തെ പിള്ളമാർക്കൊന്നും ഇങ്ങനത്തെ ഈ ഗൗൺ ഇതൊന്നും വേണ്ടാലോ, ജീന ഷെഡിയ ടോപ്പ അങ്ങനെയല്ലേ വേണ്ടിയതല്ലേ, ടീഷർട്ട് അങ്ങനെ എന്തെങ്കിലും. അതിനെ കേക്ക് കൊടുക്കുമ്പോൾ തുടങ്ങി വെലോട്ട് കയറിയാൻ ഒരിക്കൽ ചിരിക്കുന്നു ഒരിക്കൽ കയറിയുന്നത്, ഇങ്ങനത്തെ മൂടൊന്നും നമുക്കേ മനസ്സിലാകുന്നില്ല കുഞ്ഞിൻ്റെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മച്ചുഞ്ചിനെ ഒന്ന് അവിടെ ടൗണിൽ ഇറക്കിയിട്ട് വന്നിട്ടുണ്ടായിന്. വരുമ്പോൾ നമ്മളെ മുളിയെടുക്കത്തൊരു ഷോപ്പ് ഫസ്റ്റ് ടൈം നമ്മൾ കാണുന്നത്. അപ്പോൾ റോഡ് സൈഡ് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ നോക്കിയത് ജസ്റ്റ് കയറിയിട്ട് വരാന്നിട്ട്. അപ്പോൾ മസാല നോക്കിയിട്ട് നമ്മൾ നല്ല സെലക്ഷൻ ഉണ്ട് പുള്ളന്മാർതെല്ലാം. കുറേ ഇല്ല ഇങ്ങനെ കണക്കിൻ്റെ ഡ്രസ്സുള്ളത്, നല്ല പാർട്ടി വെയറും ഡെയിലി വെയർ, പിന്നെ നൈറ്റി ഷോള്, പിന്നെ നിസ്കാരക്കുപ്പായം, ബെഡ്ഷീറ്റ്, തട്ട്, അങ്ങനെ എന്തെല്ലോ ഇല്ലേ. അപ്പോൾ അതാ ഞാനൊന്ന് നോക്കിയിട്ട് പോയേനൊന്നും എടുത്തിട്ട് ഇതൊന്നും എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഷോപ്പിൽ കയറ്റി അങ്ങനെ വരുമ്പോൾ ഒരു മജയില്ലല്ലോ. അപ്പോൾ ഈ ഡ്രസ്സ് എനിക്ക് ഇഷ്ടം, ഈ കളർ എൻ്റെ അടുത്തില്ലേ ഓഫ് വൈറ്റ്. അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ഒന്നെടുത്തതാണ്. അങ്ങനെ ആ കോട്ടൺ ലൈറ്റ് നല്ല ഷോളോടുള്ള ചുരിദാറും കാര്യങ്ങളും ഉണ്ട്, പർദ്ദാൻ്റെ ഷോളുണ്ട്, പിന്നെ പുള്ളന്മാർതല്ലേ ജീനിൽ ടോപ്പിൽ അങ്ങനെ എല്ലാം ഉണ്ട് പിള്ളേർതെല്ലാം. പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ഡെയിലിയുള്ള ആ ക്ലിപ്പല്ലേ പിള്ളമാർക്ക് സ്കൂളിലേക്കിട്ട്, അങ്ങനത്തെ ക്ലിപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ പോയിട്ടാകുമ്പോൾ അങ്ങനത്തെ ക്ലിപ്പ്, ബ്ലക്കറ്, കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് തന്നെ. അപ്പോൾ നല്ല ഭംഗി ലൈറ്റ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ലുക്ക് ഉണ്ടത്. അങ്ങനെ പോയ പാടെ എന്നോട് ലഡുവും പേടെല്ലാം തന്നിട്ടുണ്ടായി. ഈ വീഡിയോസ് എല്ലാം എടുത്ത് വെച്ചിട്ടില്ല, ഏകദേശം കുറച്ച് ദിവസമായി അറിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്ലോഡാക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഇന്ന് ഫുൾ അപ്ലോഡാക്കിയിട്ട് ബാക്കിയുള്ളതെല്ലാം ഞാൻ ഡിലീറ്റ് ആക്കുന്നു. ഫോൺ ഹാങ് ആകുമോ അങ്ങനെ ഇങ്ങനെ ഇട്ട്. അപ്പോൾ ആരോ ഞാൻ കമൻറ്റിൽ പറയുന്നുണ്ടായി ഫോൺ ഹാങ് ആകുമെന്ന് പറയുമ്പോൾ, ഹാങ് ആവാത്ത ഫോൺ മേങ്ങും, നല്ല ഫോൺ മേങ്ങുന്നു. മാഷാഅല്ലാഹ് നല്ല ഫോൺ തന്നെ, ഐഫോൺ തന്നെയാണെന്നുള്ളത്. പക്ഷേ ഐഫോണിലും അതിനൊരു ലിമിറ്റില്ലേ വീഡിയോസെല്ലാം എടുക്കുന്നതിന്. അങ്ങനെ iPhone 15 Pro Max ആണ്. അപ്പോൾ ആരോ ചോദിക്കുന്നുണ്ട് ഏത് ഫോണിലെടുക്കുന്ന വീഡിയോ എന്നല്ല. അപ്പോൾ ഐഫോണിലാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ സ്റ്റാൻഡ് കാര്യങ്ങൾ അങ്ങനെല്ലാം ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ കുറച്ചൊരിതാകുമ്പോഴേക്കല്ലേ നമുക്ക് ഈ വോയിസ് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നൊരു മൈക്ക വേങ്ങിയെങ്കിലാ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ, കയ്യിന്നെങ്കിലും ഒരു മൈക്ക വേങ്ങിയിട്ട് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ വോയിസ് കൊടുത്താൽ മതി. വോയിസിനായിട്ട് വേറെ ടൈം പോകുന്നില്ല എന്നെങ്കിൽ അങ്ങനെ. അപ്പോൾ അങ്ങനെ വലിയൊരു റിംഗ് ലൈറ്റും കാര്യങ്ങളെല്ലാം വേങ്ങണമെന്നുണ്ട്. കുറച്ച് നമ്മൾ മെച്ചൂടാക്കണ്ടേ അല്ലേ. അങ്ങനെ അപ്പോൾ അതാ പ്ലക്കറും തന്നക്കുള്ളതും മീനക്കുള്ളതും പിള്ളമാർക്കെല്ലാം ഇങ്ങനത്തെ ഇഷ്ടമല്ലേ. ഞാനിപ്പോൾ അങ്ങനെ എന്താ ഒന്ന് കണ്ടെങ്കിൽ എന്നും ഒന്നെടുക്കാതെ നമുക്കൊരു സമാധാനമില്ല. അങ്ങനെ എല്ലാം എടുത്തിട്ട് ബില്ലെല്ലാം ആക്കിയിട്ട് മാഷാഅല്ലാഹ് വരുന്നുണ്ട്. ഇത് ഭയങ്കര നല്ലൊരു ഇതാണ്. നമ്മളെടുക്കത്തുള്ളവരെല്ലാം ഒന്ന് പോയിട്ട് നോക്കവേ. നമ്മൾ എന്നെ അടുത്തുള്ളവരെ നമ്മൾ പോയിട്ട് മേങ്ങിയിട്ട് ഇതാക്കുമ്പോൾ ഞാൻ ഓർക്കൊരു ഇൻട്രസ്റ്റ് അല്ലേ. അങ്ങനെ
അപ്പം ഞാൻ മുമ്പ് ഇതിൻ്റെ ഷോർട്ട്സെല്ലാം ഇട്ടിനെ കണ്ടിട്ടുണ്ടാവോ? കാണാത്തവരുണ്ടെങ്കിൽ നോക്കവേ. നൈറ്റി, നിസ്കാര കുപ്പായം, പുള്ളന്മാർ ചെറിയ കുഞ്ഞുങ്ങളത്, പിന്നെ കളർ നിസ്കാര കുപ്പായം, വൈറ്റിൽ, ബെഡ്ഷീറ്റിൽ, ഫാൻസി ഐറ്റംസ് അങ്ങനെല്ലാം ആയിട്ട് ഒരു കുഞ്ഞു പീട, നല്ല മഷാല, നല്ല നല്ല കാണാൻ നല്ല ചന്തമുള്ളൊരു ഷോപ്പ്. പിന്നെ അവിടെ തന്നെ സ്റ്റിച്ചിങ് കൊണ്ടുള്ളത് തന്നെ. അപ്പോൾ ഞാൻ മിന്നുൻ്റെ യൂണിഫോമെല്ലാം അവിടെ സ്റ്റിച്ചാകാൻ കൊടുത്തിട്ട് വന്നിന്. അങ്ങനെ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മാത് ചെന്നുണ്ട് മാൻ്റെ അടുക്ക് ഇത് കാണിക്കുക, വീഡിയോയിൽ കാണിക്കുക, ഇങ്ങനെ കാണിക്കുക. നമ്മളൊക്കെ കൂടിയിട്ടില്ലേ കുഞ്ഞും പഠിച്ചെന്നറിഞ്ഞാൽ മഷാല. അങ്ങനെ പിന്നെ ആ വീഡിയോ എല്ലാം എടുത്തിട്ടായതിനു ശേഷം പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നത് ഒരു 2 ദിവസമോ കഴിഞ്ഞിട്ടായിട്ടും തോന്നുന്നു. അതെന്താ പറയുക, പിന്നെ അതിൻ്റെ ഇടയിൽ പെരുന്നാളിൻ്റെ ഷോപ്പിംഗ്, അത് ഞാനൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ, പെരുന്നാളിൻ്റെ ഷോപ്പിംഗ് അതുണ്ടായി. പിന്നെ നമ്മൾ ഈ ഓർഡറിൻ്റെ ഐറ്റംസ് എല്ലാം ഇല്ലേ, ഡേറ്റ്സിൻ്റെ എല്ലാം ഒന്ന് മറ്റേ സൈഡെല്ലാം എടുത്തിട്ട് മാറ്റി വെക്കണോ, നമുക്ക് ഡേറ്റ്സ് ഫ്രൈ ആക്കാൻ. നമുക്ക് അധികം പോകുന്ന ഡേറ്റ്സ് ഫ്രൈ ആണ്, അത് നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഞാൻ റെസിപ്പി എല്ലാം കാണിച്ചിരുന്നു, നിങ്ങൾ എൻ്റെ മുമ്പത്തെ വീഡിയോ ഒന്ന് ചെക്കാക്കിയാൽ കാണും. ഓക്കെ, അപ്പോൾ ഞാൻ സാധാരണ ഈ മുക്കിലിടുന്ന ഡേറ്റ്സില്ല, അത് ഞങ്ങൾക്ക് ഓർഡർ കിട്ടൽ കുറവാണ്. ഇതന്നെയാണ് കിട്ടുന്നത്, നല്ല മസാല കുറേ കിട്ടും. അപ്പോൾ ചട്ടിപ്പത്തെല്ലാം ഇറക്കുന്നുണ്ട്, അപ്പോൾ ഡേറ്റ്സ് അവിടെ തൊലി എടുക്കുന്നുണ്ട്, പിന്നെ കുറേ മുട്ടയെല്ലാം കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുണ്ട്, പൊയ്യപ്പം, വേള, സിറോട്ട്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടാക്കുന്ന തിരക്കിലാണ്. നമ്മൾ ചുട്ടിട്ട് ഇങ്ങനത്തെ വലിയ വലിയ ബക്കറ്റിലാക്കിയിട്ട് വെക്കും. ആവശ്യം കഴിയുമ്പോൾ ഇതിന് മുകളിൽ കൊണ്ടിട്ട് വെക്കലാണ്. ഈ പെരുന്നാളിൻ്റെ ഈ ടൈമാകുമ്പോൾ എല്ലാ ബക്കറ്റും താഴെ എടുക്കും. അങ്ങനെ അതാ ചട്ടിപ്പത്തൽ ഇതെല്ലാം ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട്. അത് ആ വലിയ വലിയ ബക്കറ്റിലില്ല, അന്ന് സൺഫ്ലവർ കാലിയാക്കിയിട്ടില്ലായിരിക്കുമോ, ആ കാലിയാക്കുമ്പോൾ എല്ലാം മേങ്ങിയതാണ് ഞാൻ അറിഞ്ഞാൽ നമുക്ക് ആവശ്യം വരുന്നത് ആ പെരുന്നാളിൻ്റെ ടൈമിനെല്ലാം. പിന്നെ ഈ ബൾക്കായിട്ട് ഓർഡർ കിട്ടിയെങ്കിൽ നമുക്ക് ചുട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കവറിലിട്ടിട്ട് വെച്ചെങ്കിൽ പയ്യെ പാക്കാക്കുമ്പോൾ എടുത്താൽ മതിയല്ലോ. അങ്ങനെ അപ്പോൾ അതാ അപ്പങ്ങളെല്ലാം ചുടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒഴിച്ചൊന്നും തരുന്നില്ല. അപ്പോൾ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഫുള്ള് കാലിയായതിനു ശേഷമാണ് പിന്നെ ഒരു ട്രിപ്പ് വയ്ക്കൽ. അപ്പോൾ നമുക്ക് ഫ്രഷ് തന്നെ ഓയിൽ കിട്ടുന്നത് നമുക്ക്. അങ്ങനെ അപ്പോൾ കാര്യങ്ങളെല്ലാം ഇങ്ങനത്തെ അവസ്ഥയാണ്, വേറെ പറയണ്ടല്ലോ, എല്ലാം നിങ്ങൾക്കറിയാമല്ലോ. അപ്പം നമ്മളെ തിരക്കും നമ്മളെ ബിസിയും അതും ഇതായിട്ടില്ല. പിള്ളേരെ സ്കൂളിലേക്ക് പോകാനോ പിള്ളേർക്കുള്ള സംഭവം വാങ്ങാനോ ഒന്നിനും ടൈം കിട്ടിയിട്ടില്ല. പിള്ളേരെ സ്കൂളിൽ വീട്ടിയിട്ട് അമ്മണ്ട് തുടങ്ങിയിട്ട് ബുക്ക് വാങ്ങുന്നില്ലേ, ബാഗ് വാങ്ങുന്നില്ലേ, ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആക്കുന്നില്ലേ, ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആക്കുന്നില്ലേ. പെരുന്നാനായിട്ട് അവർക്ക് ടെൻഷനില്ലേ, സ്കൂളിലത്തതാണ് ഞാൻ. അപ്പോൾ ഞാൻ പോവാം നിൽക്കും, നമുക്ക് ടൈമില്ല. അസുഖ മുമ്പേ പൈസ വെച്ചിട്ട് പോയിട്ട് മേങ്ങി കൊടുത്തിട്ട് പിള്ളേർക്ക് മേങ്ങിട്ട് കൊടുത്തിട്ട് പിള്ളേർ ബേജാറാക്കണ്ട മേങ്ങിട്ട് കൊടുത്തിരുന്ന് ഞാൻ പിള്ളേരോട് ചെല്ലി പ്രശ്നമില്ല, നമുക്ക് രാത്രി ആയെങ്കിൽ പോവാമല്ലോ എന്നല്ലേ ഇങ്ങനെ സോപ്പിട്ട് നിർത്തിയിട്ടുണ്ടായി. നിർത്തി പയ്യ പിള്ളേർ വയലുണ്ടായി അറിഞ്ഞാൽ സ്കൂളിൽ തുടക്കുന്ന അന്നാണ് ഞാൻ പോയത്. ശരിക്കും പറഞ്ഞെങ്കിൽ സ്കൂൾ ഡ്രസ്സ് സാധനങ്ങളെല്ലാം വാങ്ങാൻ. അപ്പോൾ മിന്നുനെ ലിറ്റിൽ ലില്ലിന്ന് എടുത്തിട്ട് ഇപ്പോൾ കുമ്പളയിൽ ചേർത്തിട്ടുണ്ട്. അങ്ങനെ മിന്നു ഫസ്റ്റ് സ്കൂളിൽ പോകുന്നത് നല്ല പേടിയുണ്ട്. അപ്പോൾ ഞാൻ പോകുമ്പോൾ തന്നെയില്ലേ എന്തെല്ലാം സാധനം വേണ്ടിയെന്നല്ല ചിലട്ട് ഒരു ലിസ്റ്റാക്കിയിട്ട് എല്ലാം എഴുതിയിട്ടെടുത്തിട്ടുണ്ടായി. അല്ല നമുക്ക് അടുക്ക് എത്തിയിട്ടാകുമ്പോൾ മറക്കുന്നില്ല, ഓരോന്ന് കാണുമ്പോൾ ആവശ്യമില്ലാത്തത് എടുത്തുകൊണ്ട് വരും അവിടെ കണ്ടിട്ടാകുമ്പോൾ. അപ്പോൾ എഴുതിയിട്ടെല്ലാം നോട്ടാക്കിയിട്ട് പോയെങ്കിൽ അതിനെന്നെ കൊണ്ടുവന്നാൽ മതിയില്ലേ. അപ്പോൾ അതാ മിന്നുനെ സ്കൂളിലും വിടാം, പിന്നെ ഷോപ്പിംഗ് നടത്താൻ എന്നിട്ട് പോകുന്നുണ്ട്. തന്നോ മിന്നുവിൽ ഭയങ്കര മത്സരമുണ്ട്. പിന്നെ മിന്നുവിന് ഫസ്റ്റ് ടൈം സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് തന്നെയില്ലേ ഒരു ടെൻഷനും ഉണ്ട്. അങ്ങനെ മതിനെ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം മണി 9 ആയിത്ര രാവിലെ. അപ്പോൾ ഇന്ന് ഞാൻ അപ്പം ചൂടാനൊന്നും പോയിട്ടില്ല, ഓരോന്ന് ശരിയാക്കിറാന്ന് ലിറ്റില്ലേ. അങ്ങനെ സ്കൂളിലേക്ക് വിട്ടിട്ടതിന് ശേഷം ഫുള്ള് പർച്ചേസ് എല്ലാം നടത്തിയിട്ട് ഒരു ഉച്ചയാകുമ്പോൾ വേഗം വന്നതാണ്. അങ്ങനെ മക്കളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒന്ന് കുമ്പളെല്ലാം പോയിട്ട് ഒന്ന് സാധനങ്ങളെല്ലാം വേണ്ടിയിട്ട് വരാം. അങ്ങനെയല്ലേ മിന്നു ഇങ്ങനെ ചിരിക്കുമ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. മിന്നിങ്ങനെ നമുക്കത് മനസ്സിലാവും, ഒരു പുതിയ സ്കൂളിലേക്ക് പോയിട്ട് കൂടുമ്പോഴേക്കും ഒരു ചമ്മല, ഒരു പേടിയാ, ഒരു എന്താണെന്ന് അറിയുന്നില്ലല്ലേ. ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പേടിയാന്നോ മിന്നു പേടിയാന്നോ, പേടിക്കണ്ട അതിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചേർത്തിട്ട് വന്നിട്ടുണ്ടായി. അപ്പോൾ വേറെ മറ്റേ ബർത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം കൊടുക്കണ്ടേ, അതെല്ലാം കൊടുക്കാനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എത്രയോ പിള്ളേരുണ്ട് കുമ്പളയിൽ, പിന്നെ കുറേ പിള്ളേരില്ലേ. അങ്ങനെ എല്ലാം റെഡിയെല്ലാം കൊണ്ടിരുന്ന മിന്നുൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിന് നമ്മളടുത്ത് തന്നെയുള്ള, അങ്ങനെ അവളെ എടുത്ത് കൊണ്ടിരുത്തിയില്ലേ. നേരെ നോക്കിയോ എൻ്റെ മോളെ നല്ല ചെല്ലി ഞാൻ. അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താക്കണോ പോക്കറ്റിലിടാന്ന്. ഞാൻ പോക്കറ്റിലിടണ്ട, നേരെ നോക്കിയാൽ മതി. അങ്ങനെ ഫസ്റ്റ് പ്രവേശനോത്സവമല്ലേ, ഫസ്റ്റല്ലേ. അപ്പോൾ കുറേ പുള്ളന്മാരെല്ലാം ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം ഞാൻ ഞങ്ങൾക്ക് കുറേ നിൽക്കാൻ ടൈമില്ല, നമ്മൾ തിരക്കുള്ള ആളല്ലേ. അങ്ങനെ കുറച്ച് നേരം നിന്നിട്ട് അതിന് ശേഷമല്ലേ പിന്നെ ഞാൻ വന്നിട്ടായിട്ട് പിന്നെ അവർക്കുള്ള ബാഗും ബുക്കും കാര്യങ്ങളെല്ലാം വാങ്ങിയത്. പിന്നെ പോകുമ്പോൾ ഞാൻ പറഞ്ഞു നീ വരുമ്പോൾ എല്ലാം വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടാകുമ്പോന്നല്ലോ. അങ്ങനെ എല്ലാ ഐറ്റംസും എടുക്കുന്നുണ്ട്. തന്നുക്ക് വന്ന പോലീസ് എന്ന് ചെല്ലിങ്ങില്ലേ അങ്ങനെ ആക്കുന്നുണ്ട്. അത് വേണോ ഇത് വേണോ ഒരു വാശിയൊന്നും കുടിക്കില്ല, നമ്മൾ കൊടുത്തത് വാങ്ങും. പക്ഷെ നേരാക്കിയിട്ട് കൊടുത്താൽ മതി, അത്ര തന്നെ.
ഇതന്നെ വേണോ അതന്നെ വേണോ അങ്ങനെ തന്നെ വേണോ ഇങ്ങനത്തെ അങ്ങനെയൊന്നുമില്ല ഞാൻ ഏത് വേണ്ടിയിട്ട് കൊടുത്തു അതന്നെ. അതിപ്പോൾ മാഷാള്ള മിതാദിനായെങ്കിൽ അങ്ങനെ. ഇപ്പം ഞാൻ മിതാദിന് കഴിഞ്ഞ കൂറിയോളം ഞാൻ തന്നെയാണ് മിതാദിന് ഡ്രസ്സ് വരെ പെരുന്നാൾക്ക് എടുത്തുകൊണ്ട് അതിനെ മാഷാള്ള ഓനിക്ക് എടുത്തങ്ങനെ ഇത് മതിയാ അത് മതിയാന്ന് ചോദിക്കുവായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ പിന്നെ കുറച്ച് വലുതായില്ലേ പിള്ളേർ. ഇപ്പം ഞാൻ ഫ്രണ്ട്സിൻ്റെ ഒക്കെ തന്നെ വിടും, നീ എന്നെ പോയിട്ട് എടുക്കുന്നില്ലിട്ട്. അപ്പോൾ ഓരോ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സായിട്ട് ഒരു എൻ്റെ ഏട്ടത്തിൻ്റെ മക്കൾ അങ്ങനെ അല്ലല്ലേ ഓരോ ഒന്നിച്ചിട്ട് പോകും, അല്ല ഫ്രണ്ട്സിനെ ഒന്നിച്ചിട്ട് പോകും, അങ്ങനെ എടുക്കലാണ്. അപ്പോൾ അങ്ങനത്തെ അല്ല കഥ. എന്നിട്ട് ഓന് വീഡിയോ കോളാക്കിയിട്ട് നോക്കൂ, ഇതാവോ അതാവോ ഞാൻ എനിക്കിഷ്ടമുള്ളത് എടുത്തോ മോനെ. അപ്പോൾ ഈ പെയിൻറ്റ് കണ്ടാ ഇപ്പോൾ എന്ത് പണിയില്ല പെയിൻറ്റ് ഇടാൻ, അതിനൊന്ന് സ്റ്റിക്കർ അളുത്തിയിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി. നമ്മളിപ്പോഴത്തെ തിരക്ക് പോലെ തന്നെ എല്ലാം പേസി ആയിട്ട് വരുന്നുണ്ടല്ലേ. അപ്പോൾ ടിഫിനെല്ലാം ഞാൻ ഓരോന്ന് നോക്കുന്നുണ്ട്. പിന്നെ കുറേ ഞാൻ വാങ്ങിയിട്ടില്ല, കിറ്റ്, ഷൂ, പിന്നെന്ത് വാങ്ങാത്ത വാട്ടർ ബോട്ടിൽ അതെല്ലാം ഉണ്ട് മുമ്പത്തെ തന്നെ. അപ്പോൾ ടിഫിന് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് വാങ്ങി, ഒരു സ്നാക്സ് ഇടുന്ന പോലത്തെ. പിന്നെ സ്റ്റീലിൻ്റെ ടിഫിന് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ മിന്നൊക്കെ പൗഞ്ച് കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. പിന്നെന്താ കൊടയ, ബാഗ് സംഭവങ്ങളെല്ലാം. പിന്നെ മയതിനൊരു കണ്ണാടി കൊടുത്തിട്ട് അവിടെ എത്തിയിട്ട് മയതിനില്ലേ മഷാല ഈ കണ്ണാടി, ഷൂ അങ്ങനത്തെ ഐറ്റംസ് അവന് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ കുറച്ച് നേരം വെച്ചിട്ട് നടക്കൂ, 5 മിനിറ്റ് തന്നെ പിന്നെ ചാടവും. ആ ഒരു 5 മിനിറ്റ് വെക്കാനും ഭയങ്കര ഇഷ്ടം ഇങ്ങനെ നോക്കാൻ. അങ്ങനെ ബാഗും കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ടില്ലേ, നല്ലൊരു ബില്ലായിട്ട് വന്നിട്ടറിഞ്ഞാൽ. പക്ഷെ അവിടെ അത്ര റേറ്റ് ആകുന്നില്ല എന്ന് തോന്നുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഐറ്റംസ് എല്ലാം വാങ്ങിയിട്ടായിട്ട് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ടില്ലേ, അത് നമ്മൾ ഇച്ചാൻ്റെ പൊടിയാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കണ്ടത്. അങ്ങനെ ആടെയാണ് ഞാൻ എല്ലാ സാധനം കൊടുക്കൽ എല്ലാം വാങ്ങിയിട്ട് പിന്നെ നമ്മൾ വണ്ടിയിൽ കയറിയതാണ്. അപ്പോൾ ആരോ ചോദിക്കുന്നുണ്ട് ഈ കുമ്പളയിൽ എവിടെ സാധനം കൊടുക്കലെന്ന്. റഹ്മാനിയ ബുക്ക് സ്റ്റാളില്ലേ, റഹ്മാനിയ ബുക്ക് സ്റ്റാളിൻ്റെ ഓപ്പോസിറ്റ് അറേബ്യൻ ബേക്കറി ഉണ്ട്, അതിൽ ടച്ചായിട്ട് തന്നെയുള്ള ഫ്രൂട്ട്സിൻ്റെ പൊടിയാണ്, ആടെയാണ് എല്ലാം കൊടുക്കൽ. അപ്പോൾ നമ്മൾ കാസർഗോഡ് നിന്ന് ഇങ്ങനെ മേലോട്ട് വരുന്നില്ലേ കാസർഗോഡ് നിന്ന് ആ സർക്കിൾ റോഡില്ലേ ആടെ തന്നെയാണെന്ന് പറഞ്ഞാൽ. ഒരു വക കുറേ ആൾക്കറിയാം ഷോപ്പ് പോയിട്ടും മേങ്ങിയിട്ടും എല്ലാം ഭേദമായിന് എല്ലാവർക്കും. അറിയാത്ത ആരാന്ന് തോന്നുന്നു ചോദിച്ചത്. അപ്പോൾ എല്ലാ സാധനങ്ങളും മേങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം. പിന്നെ ടിഫിന് ഇതൊന്നും കാര്യമായിട്ട് ഞാൻ മേങ്ങിയിട്ടില്ല. സ്റ്റീലിൻ്റെ ടിഫിന് മുമ്പ് മേങ്ങിയതും വാട്ടർ ബോട്ടിലെല്ലാം അന്ന് ആ സിറ്റി സെൻറ്ററിൽ നിന്നെല്ലാം നല്ല മേങ്ങിയിട്ടുണ്ട്. അതിന് നല്ല തണുപ്പ് നിൽക്കുന്നതും ചൂട് നിൽക്കുന്നതെല്ലാം 500-600 അങ്ങനെ എന്താ കൊടുത്തിട്ട് നല്ല. ഇപ്പോഴും നമ്മൾ റേറ്റ് കൊടുത്തിട്ട് മേങ്ങിക്കില്ല, റേറ്റിൻ്റെ ക്വാളിറ്റി ഉണ്ടാകുന്ന അത്ര തന്നെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ നേരെ ഉണ്ട്. നമ്മൾ ഡെയിലി യൂസ് ആക്കുന്ന അല്ലെങ്കിൽ ഒരു ഇവിടെ പോകുമ്പോൾ കൊണ്ടുപോകുന്ന, നമ്മൾ പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ പോകുമ്പോൾ മദ്രസ അങ്ങനെയെല്ലാം കൊണ്ടുപോയിട്ട് മഷാല എന്തോ ആയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ടിഫിനും ബോക്സ്, വാട്ടർ ബോട്ടിൽ അതൊന്നും വേണ്ട, കിറ്റ് ഉണ്ട്, പിന്നെന്താ ഷൂ ഉണ്ട്, അതെല്ലാം മുമ്പ് തന്നെ ഉണ്ട്. ബാഗും ഉണ്ടായി. പിന്നെ ബാഗ് മേങ്ങാത്തപ്പോൾ പിള്ളേർക്കൊരു സമാധാനമില്ല. അങ്ങനെ ബാഗ് ഞാൻ വെറുതെ മേങ്ങിയതാണ് അങ്ങനെ. അപ്പോൾ എല്ലാ ഐറ്റംസും മേങ്ങിയിട്ട് കൊണ്ടുവന്നതിന്. അപ്പോൾ ഇതിപ്പില്ലേ ഉമ്മമാർക്ക് ഭയങ്കര ചിലവുള്ള നാളല്ലേ അല്ലേ, പെരുന്നാൾ ഒന്നിച്ചിട്ട് സ്കൂൾ തുറക്കലും സംഭവങ്ങളും എല്ലാം ഒന്നായിട്ടില്ലേ, ഭയങ്കര തളിച്ചൂടെ എല്ലാവർക്കും. അങ്ങനെ. അപ്പോൾ ഇത് തന്നുക്ക് മേങ്ങിയതാണ് ബ്ലൂ കളറ്. പിന്നെ ഈ പൗഞ്ച് മിന്നുണ്ട്. പിന്നെ മിന്നുക്കൊരു ബോക്സ് മേങ്ങാനുണ്ടായിരുന്നു, അത് മറന്നുപോയി, മറ്റേ ബോക്സില്ലേ അത്. അപ്പോൾ മിന്നുൻ്റെ കുടയും പൗഞ്ചും പിന്നെ ബ്ലാക്ക് ബാഗ് വേണമെന്നാണ് മിന്നു പറഞ്ഞത്. മിന്നു വന്നിട്ടില്ല, അവൾ സ്കൂളിൽ പൊട്ടിട്ടല്ല അമ്മ വന്നത് ഷോപ്പിങ്ങിന്. അങ്ങനെ ബ്ലാക്ക് വേണമെന്ന് പറഞ്ഞിട്ട് മഷാല നല്ല ഇഷ്ടപ്പെട്ടു നോക്ക്. ബാഗെല്ലാം ഇന്നിട്ടിട്ട് പൊലിസില പോയിന്. അപ്പോൾ ഇൻഷാല്ല നമ്മളില്ലേ പെരുന്നാൾക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പി അങ്ങനെ ഇങ്ങനെ എല്ലാം ഇൻഷാല്ല ഞാൻ ടൈം കിട്ടിയും കാണിച്ചു തരാം. നാളേക്ക് ഞാൻ ഓർഡർ നിർത്തി, ഇന്നേക്ക് നിർത്തിയിട്ട് എല്ലാം ഫുള്ളിന്ന് ചുട്ടിട്ടായതിന് ശേഷം നാളെ കുമ്പളയിൽ എത്തിക്കുന്നതാണ് എല്ലാ സാധനവും. അധികം കുമ്പളക്ക് വരാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നാളെ ഇനി ചുടാൻ ഇതാക്കാനൊന്നുമില്ല പണി. ഈ മേങ്ങിയ ഉണ്ടാക്കിയ സാധനത്തിനെല്ലാം ഒന്ന് കുമ്പളയിൽ എത്തിച്ചിട്ട് എല്ലാവരും വന്നിട്ട് മേങ്ങിക്കൊണ്ട് പോകും അങ്ങനെ ഇൻഷാല്ല. അപ്പോൾ പിന്നെന്താ ഒരു ബാങ്കിൾ വാങ്ങിയിട്ടുണ്ടായി. പിന്നെ ചീപ്പ് സ്കൂൾ തുറക്കുമ്പോഴെല്ലാം വേണ്ട ഐറ്റംസ് ഇല്ലേ, ആ സ്റ്റഡില്ല, അത് ഞങ്ങൾക്ക് വാങ്ങിയത്. അന്നൊരു ബാങ്കിൾ എനിക്ക് വാങ്ങിയത്. അപ്പോൾ പിന്നെ പിള്ളേർ ഇങ്ങനെ ആക്സസറീസ്, പ്ലക്കർ, റബ്ബർ, അങ്ങനെ ഇങ്ങനെ ക്ലിപ്പ്, ചീപ്പ്, പിന്നെ തന്നുൻ്റെ മാല പെരുന്നാക്കെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതെല്ലാം ഓരോന്നോരോന്നെല്ലാം വാങ്ങിയതാണ്. വീഡിയോയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായി റെസിപ്പി കാണിക്കുന്നത്, ഉണ്ടാക്കിയത് മാത്രം കാണിക്കുന്നത് എന്താണ് പുതിയ സബ്സ്ക്രൈബേഴ്സ് എന്ന് തോന്നുന്നു. ഞാൻ മുമ്പെല്ലാം റെസിപ്പി ഇട്ടിരുന്നു, എൻ്റെ ചാനലൊന്ന് ചെക്കാക്കി എങ്ങനെ നിങ്ങൾക്ക് കാണുമല്ലോ. ഓരോരിക്കും റെസിപ്പി ഇടുന്നത്. നമുക്ക് ഓർഡറും കാര്യങ്ങളും അതിൽ തിരക്കാൻ നമുക്ക് ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് വിടലാന്ന് റെസിപ്പി കാണിക്കുമ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റ് എടുക്കുന്ന വീഡിയോ ഇല്ലേ, റെസിപ്പിയും കാര്യങ്ങളായിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ട് നോക്കിയിട്ട് വെച്ചിട്ട് ഇങ്ങനെ പിന്നെയും എഡിറ്റും കാര്യങ്ങളെല്ലാം ആക്കിയിട്ട് വെക്കുമ്പോൾ ഇല്ലേ 10 മിനിറ്റ് 1/4 മണിക്കൂറിലാണ്ട് കറി 1 മണിക്കൂറാണ് റെഡിയാൻ പറഞ്ഞാൽ. അങ്ങനെയാണ് ഈ റെസിപ്പി കാണിക്കാൻ ഇങ്ങനെ ഒരു മടിയാക്കുന്നത്.
അങ്ങനെ അപ്പോൾ എല്ലാവരും ബാഗും സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടായി പിന്നെ രാവിലെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പിന്നെ സ്കൂളിൽ പോകാൻ ഒരുങ്ങുന്നുണ്ട്. തന്നെക്ക് തുടങ്ങിയിട്ടാണ് ബുധനാഴ്ചയാണ്. അപ്പോൾ ഈ വീഡിയോ ഇന്നലെ എടുത്തതാണ്. അപ്പോൾ അങ്ങനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ചൂട് ചിക്കൻ കറിയും നെയ്ച്ചോറുമാണ് ഉണ്ടാക്കിയത്. ഇവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയും മീൻ കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അന്ന് തന്നെ ഞങ്ങൾക്ക് പൊതിച്ചോറിൻ്റെ ഓർഡറും ഉണ്ടായിന്. അങ്ങനെ മീനെല്ലാം ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ചോറ് തിളച്ച് മറിയുന്നുണ്ട്. പിന്നെ ക്യാബേജ്, വെറും ചോറ്, ഓംലേറ്റ്, ചട്നി, മീൻ ഫ്രൈ, ക്യാബേജ്, ചീര വറവ്, ബീട്രൂട്ട് വറവ്, പിന്നെ പൊട്ടോട്ടയും പയറിട്ടിട്ടൊരു മിക്സ് ആക്കിയിട്ടുള്ളൊരു വറവ്. അങ്ങനെ ചീര, പിന്നെ ബീട്രൂട്ട്, ഓംലേറ്റ്, ഇത് ചെമ്മീൻ ചമ്മന്തിയാണ്, പിന്നെ കേബേജ് എല്ലാം ഇട്ടിട്ട് സെറ്റാക്കിന്. അപ്പോൾ ഡെലിവറി ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിന്. ഓട്ടോയിൽ കൊടുത്തിട്ട് വിട്ടാൽ മതിയെന്ന്. അങ്ങനെ വരാനെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഫുള്ളൊന്ന് പാക്കാക്കിയിട്ട് എടുക്കുന്നുണ്ട്. മാഷാഅല്ലാഹ് ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് ചെയ്യുന്നിട്ടിട്ടാണ് എത്രയോ ആൾക്കാർ പറഞ്ഞിന് ഉണ്ടാക്കിത്തരോ എന്നല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ പെരുന്നാൾ തിരക്ക് ഇൻഷാല്ലാ പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഉണ്ടാക്കിത്തരാമെന്നല്ലോ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞതാണ്. അങ്ങനെ അപ്പോൾ ഇത് കൊടുത്തിട്ടായിട്ട് നമുക്കൊന്ന് തന്നുണ്ട് സ്കൂൾ വരെ പോകാനുണ്ടായിന്. സ്കൂള് അടിച്ചല്ലാണ്ട് ഭാഗത്ത് ഞാൻ പോയിട്ടേയില്ല. ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ കോണ്ടാക്റ്റ് ആക്കിയില്ലാണ്ട് പോയിട്ട് ഡയറക്റ്റ്. എപ്പോഴും തിരക്ക് തന്നെ, എപ്പോഴും ഒരു ഫ്രീ ഇല്ല. പിന്നെ എങ്ങനെ പോകുന്നത്. അങ്ങനെ നാളെ സ്കൂൾ തുറക്കുന്നതിൽ തന്നെ ഭയങ്കര ഇതിലുണ്ട്. ഇന്ന് എന്തായാലും പോകണമായിട്ട് അങ്ങനെ ഞാൻ ചോറെല്ലാം കൊടുത്തിട്ട് അതിന് ശേഷം ഒന്ന് സ്കൂളിൽ വന്നിട്ട് ബുക്സ്, പിന്നെ ഷോക്സ്, ഷർട്ടിൻ്റെ പീസ്, ഇത്ര ഐറ്റംസ് എല്ലാം വാങ്ങാൻ വന്നിട്ടുണ്ടായി. അപ്പോൾ പുറത്ത് വാനും കാര്യങ്ങളുണ്ട്. കുറേ ഉമ്മമാർ ഇങ്ങനെ വരുന്ന ഇതാക്കുന്നെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ മിതാദും മിന്നും തന്നെ 3 ആളുണ്ടായിന് ഇടയിൽ ജില്ലയിൽ. ഇപ്പോൾ മിതാദും 10th കഴിഞ്ഞു. ഇപ്പോൾ മിന്നുവിനെ ഞാൻ 8ാം ക്ലാസ്സിൽ നിന്ന് ഇക്കുറി എടുത്തതാണ്. ഇപ്പോൾ തന്നെ മാത്രമാണ് ബാക്കി അറിഞ്ഞത്. അപ്പോൾ തന്നുവിന് മാത്രമുള്ള ബുക്കാണ് വാങ്ങിയത്. ബുക്ക്, പിന്നെ ഒരു ജോഡി യൂണിഫോം, ഒരു ജോഡിയല്ലേ ഈ ചോക്സ് എല്ലാം ആയിട്ട് ഒരു 5 സംതിങ് അതിന് പേർക്ക് തന്നുവിന്. അങ്ങനെ അതെല്ലാം കൊടുത്തിട്ട് വന്നിട്ടായിട്ടായതിനു ശേഷം പിന്നെ ഇത് രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാനും ബാബിയും ഉമ്മാവും എല്ലാവരും ഉണ്ട് കിച്ചണിൽ. അങ്ങനെ അത് നല്ല കളിയിലുണ്ട്. അപ്പോൾ നമ്മൾ പെരുന്നാൾ വിശേഷങ്ങളെല്ലാം നാളെ വരാം. അപ്പത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ടാവേ. പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നെങ്കിലേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം. അപ്പോൾ മാഷാഅല്ലാഹ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടിക്കൊണ്ട് വരുന്നുണ്ട്. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ്. അങ്ങനെ പാക്കിംഗ് എല്ലാം ഒരു ഭാഗത്ത് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് അപ്പം ചൂടുന്നുണ്ട്. ഒരു ഭാഗത്ത് ബക്കറ്റിൽ ഇങ്ങനെ നിറച്ചിട്ടിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ എല്ലാ കഥയാണ്. അപ്പോൾ ഇല്ല, ഞാൻ ഇൻഷാഅല്ലാഹ് ടൈം ഉണ്ടെങ്കിൽ പുഡിങ്ങിൻ്റെ റെസിപ്പി കാണിക്കാം. നമുക്ക് പെരുന്നാൾക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ പിന്നെ ടിഫിൻ റെസിപ്പി എന്തെല്ലോ ഉണ്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇൻഷാഅല്ലാഹ് ഒന്ന് ഫ്രീ ആയതിന് ശേഷം നിങ്ങൾക്കെല്ലാം ഞാൻ നല്ല തകൃതിയായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.